ഈ പണക്കാരൻ ഒരു പാവപ്പെട്ടവന്റെ മുന്നിൽ നിന്നും $100 കീറി ഒരു കഷ്ണം അവന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് മറ്റേ പകുതി അയാളുടെ കാറിന്റെ മുകളിൽ വെച്ച് അയാൾ കാർ ഓടിച്ചു പോയി. കുറെ നേരം കഴിഞ്ഞ് ആ കാർ ഒരു ഷോപ്പിന്റെ മുന്നിൽ നിർത്തി. അവൻ ഓടിപ്പോയ ആ കഷ്ണം എടുക്കാൻ നോക്കി. പക്ഷെ ആ പണക്കാരൻ പെട്ടെന്ന് വരികയും ആ കഷ്ണം അയാൾ തന്നെ എടുക്കുകയും ചെയ്തു. എന്നിട്ട് അയാളുടെ കാർ തുറന്ന് ആ കാറിനകത്തുള്ള ഒരു പെട്ടി അയാളുടെ ഷോപ്പിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ആ കഷ്ണം കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ആ പെട്ടിക്ക് ഒരുപാട് ഭാരമുണ്ടായിരുന്നു. അവനെ കൊണ്ട് ഒറ്റയ്ക്കത് പൊക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അവൻ അവന്റെ 2 സുഹൃത്തുക്കളെ കൂടി വിളിച്ചു. അവർക്ക് രണ്ടുപേർക്കും കിട്ടാൻ പോകുന്ന പണത്തിന്റെ പകുതി കൊടുക്കാമെന്ന് അവൻ പറഞ്ഞു. അങ്ങനെ അവർ 3 പേരും കൂടി ആ പെട്ടി ആ കടക്കുള്ളിലേക്ക് എത്തിച്ചു. എന്നിട്ട് അവൻ പണം ചോദിച്ച സമയത്ത് അയാൾ ആ പണം വീണ്ടും കൊടുത്തില്ല. അതിന് പകരമായി ആ ഷോപ്പിൽ ഇനി മുതൽ ലോഡറായി വർക്ക് ചെയ്യാൻ അവനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ പറഞ്ഞ പണം കൊടുക്കാത്തത് കൊണ്ട് അവന്റെ സുഹൃത്തുക്കൾ അവനെ തല്ലിയിട്ട് അവിടെ നിന്നും പോകുന്നു. പക്ഷെ ആ സമയത്ത് അയാൾ പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലായ അവൻ അവിടെ ലോഡറായി വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ 2 വർഷങ്ങൾ കഴിഞ്ഞുപോയി. അവനിപ്പോൾ വലിയൊരു റെസ്റ്റോറന്റിന്റെ മാനേജറാണ്. അങ്ങനെ അവനൊരു കസ്റ്റമറിന്റെ കയ്യിൽ നിന്നും ബില്ല് ശേഖരിക്കാൻ പോയ സമയത്ത് അതിനകത്ത് ടിപ്പായി ആ കീറിയ നോട്ടിന്റെ പകുതി കണ്ടു. അത് കണ്ട് അവൻ ഒരുപാട് സന്തോഷമായി. പക്ഷെ അവൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അയാൾ അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെയ്യുന്ന ചെറിയ